ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങള് ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ വട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, ഈ ഡിപ്രഷൻ നിൽക്കുമ്പോൾ ഇതിന് മാത്രം ചിരിക്കാൻ എന്താ ഉള്ളത്? ഇനി ചേച്ചിക്ക് ഇതിന്റെ മീനിങ് അറിയാത്തതുകൊണ്ടാണോ അറിയില്ല എത്ര കാഷ്വലായിട്ട് എടുക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ഇന്റർവ്യൂ ഫുള്ള് കണ്ടതാണ് ഞാൻ. അപ്പൊ അതില് ചേച്ചി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായി, എന്റെ കയ്യിൽ നിന്ന് ഫിക്സ് ആയ മൂവീസ് എന്റെ കൈവിട്ട് പോയപ്പോ ആദ്യമൊക്കെ ഞാൻ കരഞ്ഞായിരുന്നു, അതാണ് ഡിപ്രഷൻ. അതിനെയാണ് ചേച്ചി നമ്മുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കരയും, അത് സ്വാഭാവികമാണ്. പക്ഷെ ചേച്ചി അത് പണ്ട് വട്ട് എന്നായിരുന്നു കൺസിഡർ ചെയ്തോണ്ടിരുന്നത്. ഇത് നമുക്ക് ഈ മനസ്സിന് വിഷമം വന്ന് കരയുന്നത് ചേച്ചി വട്ട് എന്നായിരുന്നു പണ്ടൊക്കെ കണ്ടിട്ടുണ്ടായത്. പക്ഷെ അതിപ്പം ആൾക്കാർക്ക് കുറച്ചും കൂടി അതിനെപ്പറ്റി നോളേജ് അറിയാം, എന്താണ് നമ്മൾ മൈൻഡ് ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. അതിനെയാണ് നമ്മൾ കുറച്ചും കൂടി പോളിഷ് ആയിട്ട് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചേച്ചിയുടെ കാലഘട്ടം അത് വട്ടായി കൺസിഡർ ചെയ്തു. ഇപ്പൊ അത് കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ അതിനെ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് തന്നെ ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട് ഈ ഡിപ്രഷൻ എന്നൊരു സ്റ്റേറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിന് ഓവർകം ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഓക്കെ, ചേച്ചി ഇപ്പൊ പുച്ഛിച്ച് കളഞ്ഞ സംഭവം ഉണ്ടല്ലോ ഡിപ്രഷൻ, ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഓക്കെ, അല്ലാതെ വേറെ കുറെ ആൾക്കാരെ എനിക്കറിയാം, ലൈക്ക് ഇത് ഡിപ്രഷൻ ആണോ അത് നോർമൽ സ്റ്റേജ് ആണോ എന്നും കൂടി മനസ്സിലാക്കാൻ പറ്റാണ്ട് വിഷമിച്ച് നടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പിന്നെ ഈ ഒരു പണിയും ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്ന ഒരു സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിപ്രഷൻ ഒന്നും പറയലേ ചേച്ചി. അത് അട്ടർ സ്റ്റുപ്പിഡിറ്റിയാണ്. ഇതൊന്നും പറയല്ലേ, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നല്ല അടിപൊളി പാട്ടൊക്കെ പാടിയ ആളല്ലേ, ഇതൊന്നും പറയല്ലേ ഇങ്ങനെ. ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ, ചേച്ചി പോട്ടെ പക്ഷേങ്കില് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഹു ക്ലെയിംസ് ദാറ്റ് ഐ എം എൻ ആങ്കർ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നത്. മുമ്പിൽ വന്നിരിക്കുന്ന ആൾ പറയുന്നത് എല്ലാം ശരിയാന്ന് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാടൊന്നല്ല കുറച്ച് ആങ്കേഴ്സ് ആണ് ഇപ്പൊ കറന്റ്ലി ട്രെൻഡില് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു ചാനലിനോടോ അല്ലെങ്കിൽ ഒരു മീഡിയാസിനോടോ ഒരു റിക്വസ്റ്റ് ആണ്, വെൻ യു ആർ ഹയറിംഗ് എൻ ആങ്കർ, നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെക്കുമല്ലോ, എവറി ജോബ് ഹാസ് ഗോട്ട് എ ക്വാളിഫിക്കേഷൻസ്, റൈറ്റ്? അപ്പം അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ വെക്കുമ്പം ഇങ്ങനെ വർത്തമാനം പറയാൻ മാത്രം, അതായത് ടോക്കറ്റീവ് സ്കിൽസ് മാത്രം നോക്കാതെ ഓപ്പോസിറ്റ് പേഴ്സൺ ഇരിക്കുന്ന ആൾക്കാർ തെറ്റ് പറയാനെങ്കിൽ അത് തെറ്റാന്ന് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഹയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ.